കരിപ്പൂർ വിമാനത്താവളത്തിൽ ഇതുവരെ ഏകദേശം 56ഓളം വിമാന സർവീസുകളാണ് റദ്ദാക്കിയിട്ടുള്ളത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. അപ്പോൾ എന്തൊക്കെയാണ് നടക്കുന്നത്, അല്ലെങ്കിൽ ഏതൊക്കെ വിമാനങ്ങളാണ് റദ്ദാക്കിയിട്ടുള്ളത് എന്നുള്ളത് യാത്രക്കാരിലേക്ക് കൃത്യമായി തന്നെ അധികൃതർ എത്തിക്കുന്നുണ്ട്. പ്രധാനമായി ഉച്ചയ്ക്ക് ശേഷമുള്ള സർവീസുകളെ സംബന്ധിച്ച് പറഞ്ഞാൽ റാസൽ ഖൈമയിൽ നിന്ന് കരിപ്പൂരിലേക്കും തിരിച്ചും എയർ അറേബ്യ സർവീസ് നടത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. റാസൽ ഖൈമയിൽ നിന്ന് 1:25 പുറപ്പെട്ട 6:35 കൂടി കരിപ്പൂരിലെത്തുന്ന വിമാനം വൈകിട്ട് 7:15 കരിപ്പൂരിൽ നിന്ന് പുറപ്പെടുമെന്നുള്ള അറിയിപ്പാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. എന്തായാലും മസ്കറ്റിൽ നിന്നുള്ള ഒമാൻ എയർവേസും ഇതിനോടകം തന്നെ സർവീസ് നടത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഒമാനിൽ നിന്ന് 2:50 പുറപ്പെട്ട് 7:45 കണ്ണൂരെത്തുന്ന വിമാനമാണ് സർവീസ് നടത്തുക എന്നുള്ളതാണ് നമുക്ക് അറിയിച്ചിട്ടുള്ളത്. എന്തായാലും രാത്രി കണ്ണൂരിൽ നിന്ന് ആ വിമാനം തിരിച്ചു മസ്കറ്റിലേക്ക് സർവീസ് നടത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. എന്തായാലും കരിപ്പൂർ വിമാനത്താവളത്തെ സംബന്ധിച്ച് ഏകദേശം ഇന്ന് മാത്രം 43ഓളം സർവീസുകൾ റദ്ദാക്കിയിട്ടുണ്ട്. ഇന്നലത്തെ കണക്ക് കൂടി പരിശോധിച്ചാൽ 56ഓളം സർവീസുകൾ നിലവിൽ റദ്ദാക്കിയിട്ടുണ്ട്. വിശ്വാസികളൊക്കെ ഈ സമയത്താണ് ഉംറയ്ക്ക് ഉൾപ്പെടെ പോകുന്ന സാഹചര്യമുള്ളത്. അത്തരം സംഘങ്ങൾക്ക് പിന്നീട് അതിനുള്ള സാഹചര്യം ഒരുക്കുമെന്നുള്ളതാണ് വിമാന കമ്പനികളും അതുപോലെ തന്നെ ഇവരുടെ ഏജൻസികളൊക്കെ ഉറപ്പുവരുത്തിയിട്ടുള്ളത്. ഇന്നലെ മുതൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അറിയിച്ചതിനെ തുടർന്ന് കൃത്യമായ വിവരങ്ങൾ അന്വേഷിച്ചതിന് ശേഷം മാത്രമാണ് യാത്രക്കാരൊക്കെ കരിപ്പൂർ വിമാനത്താവളത്തിലേക്ക് എത്തുന്നത്. എന്തായാലും കരിപ്പൂരിനെ സംബന്ധിച്ച് ഒഴിഞ്ഞു കിടക്കുന്ന ഒരു സാഹചര്യം ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നു. പിന്നീട് സർവീസുകൾ 1-2 സർവീസുകൾ ഇന്ന് രാവിലെ മാത്രം ഏകദേശം 4ഓളം സർവീസുകൾ 2 വിമാനം ഇങ്ങോട്ടേക്ക് എത്തി. ഇവിടെ നിന്ന് 2 എണ്ണം പുറപ്പെടുന്ന സാഹചര്യം കൂടി ഉണ്ടായി. അത് മാത്രമാണ് നിലവിൽ സർവീസുകളായിട്ട് കരിപ്പൂർ വിമാനത്താവളത്തിലുള്ളത്. ബാക്കിയുള്ളത് വൈകിട്ടോട് കൂടി നടക്കുന്ന സർവീസുകൾ. എന്തായാലും യാത്രക്കാരെ സംബന്ധിച്ച് കൃത്യമായ ഇൻഫർമേഷൻസ് വിമാന കമ്പനികളുടെ ഭാഗത്ത് നിന്ന് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ യാത്ര റദ്ദാക്കിയിട്ടുള്ള എല്ലാ വിമാനത്തിലെയും യാത്രക്കാർ ഇങ്ങോട്ടേക്ക് എത്താത്തൊരു സാഹചര്യം കൂടിയുണ്ട്. എന്തായാലും ഒഴിഞ്ഞു കിടക്കുന്ന ഒരു വിമാനത്താവളം തന്നെയാണ് കരിപ്പൂരിനെ സംബന്ധിച്ച് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് ഷെഫീഖ് ഒർലായ്ക്കൊപ്പം വി സോണർകൃഷ്ണ, റിപ്പോർട്ടർ, തിരൂർ.